കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ പിരിമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപം കഴിഞ്ഞ നാളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ഭാഗത്ത് റോഡിന് വിള്ളൽ രൂപപ്പെട്ടു. ഇതോടെ ഈ ഭാഗം ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് ശക്തമായ മഴയെ തുടർന്ന് റോഡിന്റെ ഈ ഭാഗത്ത് വെള്ളം കെട്ടിനിന്നാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പോയത്. ഇതോടെ വൺ വേ സംവിധാനത്തിലായിരുന്നു വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. തുടർന്ന് നിരവധി പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് മാസങ്ങൾക്ക് മുമ്പ് ദേശീയപാത വിഭാഗം ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ടാറിംഗ് ഉൾപ്പെടെ ചെയ്തത്. ഇതിനുശേഷം നാളുകൾ കഴിഞ്ഞതോടെയാണ് ഈ ഭാഗത്ത് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടായ അശാസ്ത്രീയതയാണ് റോഡിന്റെ ഈ ഭാഗം വിണ്ടുകീറാൻ കാരണമായതെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ നന്നാക്കിയിട്ട് ഏതാണ്ട് ഇപ്പം ഒരു മാസത്തോളം ആകുന്നുള്ളൂ. ഇപ്പോൾ അതിനോട് നന്നാക്കിയ ഭാഗത്തോട് ചേർന്ന് തന്നെ ഇപ്പോൾ വിള്ളലുണ്ടായിരിക്കുകയാണ്. ഇത് അധികാരികൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ശരിയായിട്ട് എനിക്ക് അറിയത്തില്ല. എങ്കിൽ പോലും ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് ഇത് അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടി, പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വിള്ളൽ വന്ന് കണ്ടുപിടിക്കുകയും ടി.വിക്കാർ വരികയും അതിനെപ്പറ്റി ഉള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അറിയുന്നതിന് വേണ്ടി ഒരു സന്ദേശം കൊടുക്കുന്നതിനുമാണ്. പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത്. നിരവധി വിനോദസഞ്ചാരികളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച സമയത്ത് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാത്തതിൽ ആദ്യം മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളം ഈ ഭാഗത്ത് കെട്ടിക്കിടന്നതാകാം റോഡിൽ വിള്ളൽ വീഴാൻ കാരണമെന്നും ആളുകൾ പറയുന്നു. ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് പരിശോധന നടത്തി വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.